ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒരു 2 കിലോൻ്റെ ഉള്ളിലുള്ള ഒരു കോഴിയാണ് കേട്ടോ വാങ്ങിയത്. അതിലേക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം, അല്ല വലുതാണെങ്കിൽ 4 എണ്ണം. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ എണ്ണ പാകത്തിന് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിറക്കുകയാണെങ്കിൽ വേഗം ബ്രൗൺ കളർ ആയി കിട്ടും. അപ്പോൾ അത് അങ്ങനെ വഴറ്റി ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളകും കൂടി മിക്സ് ചെയ്ത് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും പച്ചമുളകും ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ചെറിയുള്ളി ഒരു 10-15 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സിയിൽ അരച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി ഒരു പാനിൽ വറുത്ത് നമുക്ക് പാകത്തിന് വറുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 4 തക്കാളി, ചെറുതായതുകൊണ്ട് 4 തക്കാളിയാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊലി ചെത്തണ പോലെ ചെത്തു കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ കറിയിലിട്ടിട്ട് വഴറ്റുന്ന സമയത്ത് അത് പ്ലാസ്റ്റിക് പോലെ അതിൽ കിടക്കുന്നുണ്ടാവും. അത് നല്ലൊരു ഇതാണ്. അങ്ങനെ ചെയ്ത് നോക്കി നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി വറുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആ എണ്ണ ഒന്നിങ്ങനെ ആയി വരുന്ന അതുവരെ ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ച് വെള്ളം നമുക്ക് എങ്ങനെ വേണോ, കട്ടിയായിട്ട് മതിയോ ലൂസായിട്ട് വേണോ നോക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് നോക്കി നമുക്ക് തിളച്ച് വരുമ്പോൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. നല്ല ചിക്കൻ വെന്തതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആഡ് ചെയ്യുന്നത് നിറപറടയാണ്. അതിനുശേഷം മല്ലിയില, പുതിനയില, ഒരു 2-3 പുതിനയിലയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ബൈ.